गजाननं भूतगणातिसेवितम् कपित्थजम्बुफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम्। मित्रं देवं मित्रदेयन्नोत्तवनोरादानविषावर्धयन्तः शतञ्जीवेव वीराः दीर्घायुष्यमस्तु।
वयं कुर्मः ॐ शान्ति 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 विद्यानो कारणं विष्णोरस्य वादः सुरभितो भागरत्प्रणमायो कुञ्चिदारिणते पापो विक्षापयो भुवस्ताय भूत्रेन्द्रादना महेरणाय चन्द्रसे योगशिवतमोरसस्तस्य मातृदेवनः उषधीरिव मातरः तस्मादरिन्दमामभो यस्य क्षयाय जिन्नधा पापो जनेधाजनः हिरण्यवर्णः सुजयः पावकाय सुजातकश्यपो यास्मिन्द्रः अग्निर्या गर्भन्दधिरे गुरुभासानः पश्यग्रस्यो नापवन्दो या साकं राजा वरुणो याधिपत्ये तस्या नतेन पश्यञ्जनानां मधुश्रुतश्रुतयो या पावकासानः पश्यग्रस्यो नापवन्दो या सा भक्षं या अन्तरिक्षे बहुधा भवन्ति या पृथिवीं वयसोन्दन्तयुक्तास्तानः पश्यग्रस्यो नापवन्दो शिवेन माचक्षुषा पश्यताम शिवया तनुकोपस्पृततत्त्वजं मे स्वसवागुमग्नेगं वस्तुतो भुवे भौमैनं जोपनमो जोतितस्व पवमानस्सु अग्नः पवित्रेण विचक्षणिः यर्पो चतुष्पदे ओम शांति शांति शांति।
ഗണപതി പൂജയാണ് പൂർണ്ണമായത്. ഇനി ഗണപതി എന്താണ്, ഗണപതി ഹോമം എന്താണ്, ഗണപതിയെ പറ്റി ഒരു ചെറിയൊരു വിവരണം ആചാര്യൻ ഇപ്പോൾ തരുന്നതാണ്. എല്ലാവരും ശ്രദ്ധയോടെയിരിക്കും. ഗണപതി ഹോമം എന്ന് പറയുന്നത് എന്താണ് ഗണം, എന്താണ് പതി, എങ്ങനെയാണ് വിഘ്നങ്ങൾ വരുന്നത്, എങ്ങനെയാണ് വിഘ്നങ്ങൾ മാറുന്നത്, ഗണപതി ഹോമത്തിലാണ് വിഘ്നങ്ങൾ മാറാനും വിഘ്നങ്ങൾ വരാണ്ടിരിക്കാനും എല്ലാമാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിനെ എന്ന് പറഞ്ഞാൽ പ്രദർശനം മുമ്പിലുള്ളൊരർത്ഥമുണ്ട്, മുമ്പിലുള്ളൊരർത്ഥമുണ്ട്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് കൊണ്ട് പ്രപഞ്ചം. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാണുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു. ഇതിനെ സചേതനമാക്കാൻ 3 അന്തർകരണം നമ്മൾ അറിഞ്ഞേക്കും. ഇലക്ട്രോൺസുമായി പറയാം: മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇവിടെ അന്തർകരണത്തിനെ 3ആയിട്ട് പറഞ്ഞു. ഇതേ വിഷയം തന്നെ നക്ഷത്ര പ്രാചീന ഹൃദയത്തിലേക്ക് പോകുമ്പോൾ അവിടെ മനസ്സിനെയും ചിത്തത്തിനെയും വേറെയായിട്ട് പറയും. ഇവിടെ അഷ്ടത്തിൻ്റെ കൂട്ടാണ് മിക്സ് ചെയ്ത് പറയും. മിക്സ് ആയിരിക്കുന്നത് കൊണ്ട് ചിത്തവും മനസ്സും ഒന്നായിരിക്കുന്നത് കൊണ്ട് അതിനെ ഒന്നായിട്ട് പറയുന്നുള്ളൂ. അതേസമയം നവഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട്, ചിത്തം വേറെ മനസ്സ് വേറെ ആയിട്ട് പറയും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു. 3 അന്തർകരണം. ഇതിനെയാണ് കൂട്ടം എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിനെയാണ് ഗണം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, തൊട്ടുകൊണ്ട് സ്പർശന സുഖം അനുഭവിക്കുന്നു. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 8 വിഷയങ്ങളാണ് കൂട്ടം എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിനെ, അതായത് ഗണത്തിനെ നിയന്ത്രിക്കുന്നവൻ പതി. ഈ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നവനാണ് പതി. ഈ കൂട്ടം എവിടെയാണ് എന്ന് നമ്മൾ നോക്കണം. ഈ കൂട്ടം എന്റെ ഉള്ളിലാണോ, എന്റെ അകമേയാണോ, അത് പുറമേയാണോ? വിഘ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ പുറമേ പോകുമ്പോൾ എങ്ങനെ വിഘ്നങ്ങൾ മാറ്റാൻ പറ്റും? പുറമേ എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 8 വിഷയങ്ങൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട്, എന്റെ അകമയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് വിഘ്നങ്ങളെ മാറ്റാൻ എനിക്ക് പുറമേ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഈ 8 വിഷയങ്ങളെ ശുദ്ധമാക്കാനായിട്ട്, കണ്ണ് ശുദ്ധമാവാനായിട്ട് നാളികേരവും, മൂക്ക് ശുദ്ധമാവാനായിട്ട് മലയും, നാക്ക് ശുദ്ധമാവാനായിട്ട് കരിമ്പും, നമ്മുടെ ചെവി ശുദ്ധമാവാനായിട്ട് അവരും, സ്കിൻ ശുദ്ധമാവാനായിട്ട് ശർക്കരയും, മനസ്സ് ശുദ്ധമാവാനായിട്ട് നെയ്യും, ബുദ്ധി ശുദ്ധമാവാനായിട്ട് പഴവും, അഹങ്കാരം തീരെ ഇല്ലാതാവാനായിട്ട്
അങ്ങനെ 8 വിഷയം ശുദ്ധമായി കഴിഞ്ഞാൽ അകമേ നിത്യനിരന്തര ശാന്തി തരുന്നതായ ആ പതിയെ, ഈ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നതായ പതിയെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ അകമേ ഈ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നതായ പതിയെ അറിയാൻ സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും അറിയാൻ സാധിച്ചാൽ, ഭഗവത് കൃപ കൊണ്ട്, ഭഗവത് കടാക്ഷം കൊണ്ട് അറിയാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ വിഗ്രഹമേ ഉണ്ടാകുന്ന വിഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ അറിയാനില്ല. ആ വിഗ്രഹം എവിടെയെന്നത് അന്വേഷിച്ച് നടക്കുമല്ലോ. വിഗ്രഹം എവിടെയാണെന്ന് അറിയാനില്ല. ഇതിനെ നിയന്ത്രിക്കുന്ന ആളെ കണ്ടു തുടങ്ങുമ്പോൾ അപ്പൊ ഈ 8 വിഷയങ്ങൾ നമ്മുടെ അകമേറ്റതാണ്. ഇതാണ് ജലം. ഈ ഇതിനെ നിയന്ത്രിക്കുന്നവനാണ് പതി. അതാണ് ജലപതി. കൂട്ടത്തിലെ നിയന്ത്രിക്കുന്നവൻ പതി. ഗണപതിയുടെ വാഹനം ഇവിടെ നമുക്ക് മനസ്സിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എത്രയും ശങ്കരാചാര്യ പറയുന്നു, അതിഗംഭീരം ഭാവയാമി. അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷയം പറയുമ്പോൾ അതിനാണ് 3 മണിക്കൊക്കെ നമ്മൾ എഴുതിക്കണമെന്ന് പറയുന്നത്. 3 മണിക്ക് എഴുതണമെന്ന് നമുക്ക് പറയാൻ കാരണം ബ്രഹ്മമുഹൂർത്തം. ഈ കലുഷിതമായ മനസ്സ് പുറത്തേക്കില്ല. ആ സമയത്ത് അവർക്ക് തമോഗുണം പ്രധാനികളായതുകൊണ്ട് അവർക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പൊ അതിഗംഭീരം ഭാവയാമി ശങ്കരാചാര്യൻ പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള വിഷയത്തിനെ പറ്റി പറയുമ്പോൾ അതേ കേൾക്കാൻ സാധിക്കാതെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറയുന്നതായ തടസ്സങ്ങൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്തതെങ്കിലും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന ഈ തടസ്സങ്ങളെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ഇത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പുതിയതായിട്ട് ജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വിഘ്നങ്ങൾ അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പുറമേ വരുന്നതായ ഡിസ്റ്റർബൻസൊക്കെ നമുക്ക് അമ്മയുള്ളതായ പതിയെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഗണപതിയുടെ വാഹനമാണ് എലി എന്ന് പറയുന്നു. എലി നമ്മൾ കാണുന്നതായ ഗണപതി ഒരു എലിയിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എലി ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഗണപതിയുടെ വാഹനമാകും എലി? നമ്മൾ കാണുന്നതായ ഗണപതി എലിയിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എലി ഉണ്ടാവില്ല. മനസ്സിനെ വഹിച്ചു കൊണ്ടുപോകുന്ന സാധനത്തിന് പേരാണ് വാഹനം. മനസ്സിനെ എന്താണോ വഹിച്ചു കൊണ്ടുപോകുന്നത് അതിന് പേരാണ് വാഹനം. അപ്പൊ എലിയുടെ സ്വഭാവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എലി ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ കരണ്ട്, അതേമാതിരി ആഹാര പദാർത്ഥങ്ങളെല്ലാം കടലാസ്, അതാണെങ്കിൽ കരണ്ട്, മരത്തിന് ഇങ്ങനെ കരണ്ട്, മണ്ണിങ്ങനെ ഇതാക്കിക്കൊണ്ട് പോകും. നമ്മുടെ അകമേയിൽ ഒരു എലിയുണ്ട്. നമ്മുടെ അകമേലുള്ള എലിയെ നമ്മൾ ഇല്ലാതെയാക്കണം. ആഗ്രഹമാകുന്ന എലിയെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാറ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾ ബാക്കിയുള്ള കാർ നോക്കി മനസ്സുകൊണ്ടിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും, കരണ്ടുകൊണ്ടിരിക്കും. വീട് കെട്ടുന്ന ഒരാൾ ഗ്രാനൈറ്റ് ഇടണോ, മൊസൈക്ക് ഇടണോ, ടൈൽസ് ഇടണോ എന്ന് അയാൾ ബാക്കിയുള്ള വീടുകളിൽ പോയി അവിടെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിനെ മനസ്സുകൊണ്ട് ഇങ്ങനെ കരണ്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടോ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പുറമേയുള്ള വസ്തുവിനെ, നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുവിനെ, എനിക്ക് വേണമെന്നുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അല്ലാത്തതിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ കരണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള വാഹനമാകുന്ന എലിയെ, മൂഷിക്കിനെ തമിഴ് പറയും മൂഞ്ചോട്. ഈ ഉള്ളിലുള്ള ആഗ്രഹമാകുന്ന ഈ മൂഞ്ചോടിനെ